ആരോഗ്യമേഖലയിൽ സർക്കാർ കൈവരിച്ച മികച്ച നേട്ടങ്ങളിലൊന്നായി എടുത്തുയർത്തുന്നതാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. എന്നാൽ അടിക്കടി ഇവിടെ ഉയർന്നു കേൾക്കുന്ന ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച പരാതികൾ, അതുപോലെ ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ, ഇതൊക്കെ വലിയ ആശങ്ക ഉയർത്തുകയാണ്. എന്താണ് ആ ആശുപത്രിക്ക് സംഭവിക്കുന്നത്? എന്താണ് അവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത്? വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച 100 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കേരളത്തിലെ ആദ്യ സർക്കാർ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി താലൂക്ക് ആശുപത്രി 10 നിലകളിലായി പുനലൂരിൽ ഉയർന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നിടത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു മികവുറ്റ താലൂക്ക് ആശുപത്രി. പാട്ടും ലൈബ്രറിയും പൂന്തോട്ടവും ഒക്കെയുണ്ട് ഇവിടെ. എന്നാൽ മികച്ച ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ കടുത്ത ഛർദിയെ തുടർന്ന് കോട്ടവട്ടം നിരപ്പിൽ സ്വദേശി അശ്വതി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് വലിയ വിവാദമായിരുന്നു. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. എന്തെങ്കിലും ഒരു ഓക്സിജൻ കൊടുക്കുവാനോ, എന്തെങ്കിലും ആ രോഗിക്ക് എമർജൻസി കൊണ്ട് ചെന്ന് എന്തെങ്കിലും, അതിനൊന്നും അവർ ചെയ്തില്ല. ഒന്ന് ടെസ്റ്റ് നോക്കുവോ, എന്തോ ഒരു കാര്യം എന്തോ സംഭവിച്ചതെന്ന് നോക്കാൻ പോലും ഇവർക്ക് മനസാക്ഷിയ ഡോക്ടറെ. നേഴ്സിനോട് BP എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് പോലും പറയാൻ പോലും അവർക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നാൽ അശ്വതിയുടെ മരണം ഉള്ളിലുണ്ടായ അണുബാധ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. രോഗിയുടെ അസുഖം ആൻറ്റീരിയർ അബ്ഡമിനൽ വാളിൽ ഒരു ശരിക്കൊരു ആബ്സസും പിന്നെ സെപ്റ്റിക് ഷോക്കുമാണ്. അതായത് വയറ്റിനകത്ത് നല്ലൊരു പഴുപ്പുണ്ടായിരുന്നു, വലിയൊരു പഴുപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രോഗാണുക്കൾ പടർന്ന് സെപ്റ്റിക് ഷോക്കിലോട്ട് പോയതായിരുന്നു മരണകാരണം എന്നാണ് നിഗമനം. അശ്വതിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന ഏറ്റവും ഒടുവിലുയർന്ന ആരോപണമെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ നിയ ഫൈസലിന്റെ മരണത്തിലും ഇതേ ആരോപണം ഉയർന്നിരുന്നു. പേവിഷബാധയേറ്റെത്തിയ 7 വയസ്സുകാരിക്ക് വാക്സിൻ നൽകിയതിൽ വീഴ്ചയുണ്ടായി എന്ന നിയയുടെ മാതാവ് ഹബീറ ആരോപണം ഉയർത്തി. മകളെ ചികിത്സിച്ച ഡോക്ടർ ആരെന്നറിയാനുള്ള വിവരാവകാശത്തിന് ചികിത്സ നൽകിയ ഡോക്ടറെ അറിയില്ലെന്ന വിചിത്ര മറുപടിയായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതർ നൽകിയത്. ഞാൻ 3 വിവരാവകാശം കൊടുത്തിട്ടും എൻ്റെ മോക്ക് വാക്സിൻ എടുത്ത് ആരാന്നുള്ളത് അവർ പറയുന്നില്ല. ഇപ്പം വീണ്ടും ഒരു മരണം സംഭവിച്ചു. എല്ലാം ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിച്ച് ഇവരെയൊക്കെ മുന്നിൽ നമ്മുടെ ജീവൻ കൊണ്ട് ചെല്ലാൻ പറ്റും? ഒരു ഐഡന്റിഫിക്കേഷന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും അവരതും റിപ്ലൈ തരുന്നില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങ് പറഞ്ഞേക്കുക, ഞങ്ങൾക്ക് അറിയത്തില്ല ആരാണ് ഇഞ്ചക്ഷൻ എടുത്തതെന്ന്. അപ്പൊ വഴി കൂടെ പോകുന്നവരാണോ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലിയ കെട്ടിടമുണ്ടെങ്കിലും ആവശ്യത്തിന് മരുന്നില്ല, വേണ്ടത്ര ഡോക്ടർമാരില്ല. എല്ലാത്തിലുമുപരി രോഗികളോടും കൂട്ടിരിപ്പുകാരോടുമുള്ള ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റം വളരെ മോശം. ഇങ്ങനെ നീളുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരായ പൊതുജനങ്ങളുടെ പരാതികൾ. പ്രതികരിച്ചാൽ ആരോഗ്യപ്രവർത്തകർക്ക് അനുകൂലമായ നിയമപരിരക്ഷയുടെ മറപിടിച്ചുകൊണ്ട് പ്രതികരിക്കുന്നവരെ അകത്താക്കുമത്രേ. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ഈ പറയുന്ന ആശുപത്രി ജീവനക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാർക്കെല്ലാം ഒരു അധിക സുരക്ഷ സംസ്ഥാന സർക്കാരിന്റെയും കോടതിയുടെയും ഭാഗമായി ലഭിച്ചതിന്റെ ഭാഗമായി ഇപ്പോൾ ഏത് നിലയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടാലും നമ്മളെല്ലാവരും തന്നെയും, അല്ലെങ്കിൽ ആര് ചോദ്യം ചെയ്യപ്പെടുന്ന പൊതുജനങ്ങളാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാട്ടെ, പൊതുപ്രവർത്തകരാട്ടെ, ആര് ചോദ്യം ചെയ്താലും അവരെല്ലാവരും തന്നെയും നിയമത്തിന്റെ ഈ പരിരക്ഷാത്തിന്റെ ഭാഗമായി ഉടനടി തന്നെ ജയിലിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. സാധാരണക്കാരുടെ ആതുരാലയം എന്ന് പേരെടുത്ത പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പല ടെസ്റ്റുകൾക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ നിരക്കുകളോളം പണം നൽകണമെന്നും ആക്ഷേപം ഉയരുകയാണ്. സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രികളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് സ്വകാര്യ ആശുപത്രികൾക്കാണ് ഗുണം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചിലരുടെ ലക്ഷ്യവും അതുതന്നെയാണോ എന്നാണ് സംശയമുയരുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.